ധാർഷ്ട്യം, ധിക്കാരം, അതാണ് CPM-ന്റെ മുഖമുദ്രയായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 57 മുതൽ അധികാരത്തിന്റെ രുചി അറിഞ്ഞു തുടങ്ങിയ കാലം മുതൽ CPM-ന്റെ മുഖമുദ്രയായിട്ട് നിൽക്കുന്നത് ഈ ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ഈ CIT-ന് നോക്കിക്കേ, ഈ നോക്കുകൂലി എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം എത്ര കാലമായിട്ട് ഈ സംസ്ഥാനം സഹിച്ചുകൊണ്ടിരിക്കുക. SFI മിക്ക കോളേജുകളിലും എതിർ സംഘടനകൾക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ അവര് അനുവാദം നൽകില്ല. അവരുടെ ഗൂണ്ടായുസം ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ കാമ്പസിൽ നിന്ന് തുരത്തി ഓടിക്കുന്ന രീതി. DYFIക്കാർ ഇപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കുക, ഭരണമായതുകൊണ്ട്. ഇപ്പൊ പൊതിച്ചോറ്, പാലിയേറ്റീവ് കെയർ ഇതുമായിട്ടൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുക. ഇനി ഗവൺമെന്റ് താഴെ പോയിട്ട് വേറൊരു ഗവൺമെന്റ് വന്നിട്ട് വേണം അവരുടെ തനിനിറം കാണിക്കാൻ. ചില സ്ഥലങ്ങളിൽ ലോക്കൽ ഏരിയ തലത്തിലൊക്കെ, അല്ലെങ്കിൽ ബ്രാഞ്ച് തലത്തിൽ പോലും, എന്തിന് ജില്ലാ തലത്തിൽ അതാത് പ്രദേശത്തെ രാജാക്കന്മാരായിട്ടാണ് പാർട്ടിയുടെ നേതാക്കൾ പെരുമാറുന്നത്. എത്ര ഉദാഹരണങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ബലം പ്രയോഗിച്ച് CPM-കാരായ പ്രതികളെ ഇറക്കിക്കൊണ്ടുപോവുക. അങ്ങനെ എത്ര വിനോദങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ രാജഭരണത്തെക്കുറിച്ചുള്ള കഥകൾ നിങ്ങൾ കേട്ടോ? ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജ്, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോരാ. അതിനുവേണ്ടി അവർ സമരം ചെയ്തു. ആ സമരം ചെയ്ത വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷകർത്താക്കളോടും ഈ CV വർഗീസ് രാജാവ് എന്താ പറഞ്ഞെന്നറിയാമോ? വേണേ പഠിച്ചാൽ മതി, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന നഴ്സിംഗ് കോളേജാ, അതങ്ങ് പൂട്ടാനും പാർട്ടിക്കറിയാം. ഒരു ജനാധിപത്യ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുകയാ. പറയുന്നത് എവിടെ വെച്ചാ? ചെറുതോണിയിലെ അദ്ദേഹത്തിന്റെ ആഫീസിൽ വെച്ചാ. അവിടെ വെച്ചത് പറയാൻ കാരണം എന്താ? ഇത് കളക്ടറുടെ ഓഫീസിൽ നടക്കേണ്ട ഒരു സന്ധി സംഭാഷണമാണ്. കോളേജ് പ്രിൻസിപ്പൽ അടക്കം, PTA-യുടെ പ്രസിഡന്റ്, 2 PTA പ്രതിനിധികൾ, 5 വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരടക്കമുള്ള ഒരു യോഗം കളക്ടറേറ്റിൽ നടക്കേണ്ടത് കളക്ടർ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറിയുടെ ചെറുതോണിയിലെ ആഫീസിലാണ് കൂടിയതെന്ന് കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയാണോ? വിദ്യാർത്ഥി സമരം ഒത്തുതീർക്കുന്നതിന് കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ യോഗം ചേരുന്നത് CPM ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ. അവിടെ വെച്ച ഈ മഹാരാജാവ് ഈ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും പ്രതിനിധികളെ ഭീഷണിപ്പെടുത്തുകയാണ്. എത്ര സമരം നടത്തിയാലും വേണ്ടില്ല, ഞങ്ങൾ ഒരുക്കി തരുന്ന സൗകര്യങ്ങളിൽ താമസിച്ചോണം, അവിടെ പഠിച്ചോണം, അല്ലെങ്കിൽ പൊക്കോണം, അല്ലെങ്കിൽ ഞങ്ങളിത് പൂട്ടും. നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളുടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? CPM ആണോ? അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണോ? ഇതൊക്കെ പറയാൻ ഇയാൾ ആരാ? അല്ലെങ്കിൽ ഇയാളുടെ ഓഫീസിൽ ഈ യോഗം നടത്താൻ ഇയാൾ ആരാ? ഇത് ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഉണ്ടല്ലോ, അതിന്റെ എവറസ്റ്റ് കൊടുമുടിയാ. സത്യം പറഞ്ഞാൽ പ്രിൻസിപ്പലിനെയാ പറയേണ്ടത്. 2 അധ്യാപക പ്രതികളും പോയിരുന്നു. ഇത് നിങ്ങൾ എവിടുന്ന് പഠിച്ച ശീലമാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നടത്തുന്ന സന്ധി സംഭാഷണങ്ങളിൽ പോയി പങ്കെടുക്കാൻ, ഒരു ഔദ്യോഗിക യോഗം പാർട്ടി ഓഫീസിൽ നടത്താൻ, അതിൽ പോയി ഇരുന്നു കൊടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലായിരുന്നു? നിങ്ങൾ ഇരിക്കുന്ന കസേരയെക്കുറിച്ച്, നിങ്ങൾ അലങ്കരിക്കുന്ന പദവിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? ഈ ധിക്കാരവും ധാർഷ്ട്യവും വളർന്ന് എല്ലാ അതിരുകളും വിട്ട് പോയിരിക്കുക. അതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് നമ്മൾ ഇടുക്കിയിൽ കണ്ടത്. നാളെ നമ്മുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ കോളേജ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൊണ്ടുവന്നതാ. ഇത് അദ്ദേഹത്തിന്റെ മണ്ഡലമാ. പക്ഷേ ഇടുക്കിയിലെ ഈ വർഗീസ് മഹാരാജാവിനോട് സംസാരിക്കാനുള്ള ധൈര്യം റോഷി അഗസ്റ്റിനുണ്ടോ? കേരള കോൺഗ്രസിനോട് ശബ്ദമുണ്ടോ? കേരള കോൺഗ്രസിന്റെ ശബ്ദം കേരളത്തിൽ തന്നെ കേൾക്കാനില്ല. അവരൊക്കെ നിശബ്ദരാ. എന്തെങ്കിലും എന്ന് പറയുന്നത് CPI മാത്രമാണ്. കേരള കോൺഗ്രസിനൊക്കെ ഇതെന്ത് പറ്റിയെന്ന് അവരുടെ പ്രവർത്തകർ അത്ഭുതപ്പെടുകയാണ്. കേരള കോൺഗ്രസ് UDF-ലായിരുന്ന കാലത്ത് ആ പാർട്ടിക്ക് എന്തൊരു പവറായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു കാലം.